ഇവിടെ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. ജുഡീഷ്യറിയെ പറ്റിയുള്ള സംശയങ്ങൾ ഉയരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നു. ഇതെല്ലാം സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളാണ്. ഭരണഘടന മാറ്റണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതവുമാണ് എന്നാണ് വാദം. കോടതിയുടെ വിധികൾ ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭരണഘടനാപരമാകുന്നില്ല. ഇതുപോലുള്ളൊരു സംവാദം സാധ്യമാകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമായിരിക്കും. അതിന് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറെ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലൊരു പുതിയ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഒരൊറ്റ കുടുംബമാണ് നമ്മുടെ രാജ്യം ഭരിച്ചതും. ഒരു കുടുംബാധിപത്യമായിരുന്നു. രാജ്യത്തിന് വേണ്ടിയാണ് രാജീവ് ഗാന്ധി സ്വന്തം ജീവിതം ബലിയർപ്പിച്ചത്. ആ രക്തസാക്ഷിത്വ പാരമ്പര്യമോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമില്ലാത്തൊരു പാർട്ടി ഇപ്പം ഞങ്ങളെ തിരിഞ്ഞ് കുടുംബാധിപത്യം എന്ന് പറയുന്നത് ഒരു അഗ്നിശുദ്ധി വരുത്തിയ രാഷ്ട്രീയമാണ് BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ജനങ്ങളുടെ പിന്തുണയോടെയല്ല, രണ്ട് ഊന്നുമടികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയേക്കാൾ അതിനേക്കാൾ കൂടുതൽ ആളുകളെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ ഇതേ കോൺഗ്രസ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്? ഭൂതകാലത്തിൽ പോയാൽ കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ വർഗപരമായ വിമർശനം കടുത്ത രീതിയിൽ ഉന്നയിക്കുന്ന പാർട്ടിയാണ് CPIM. അതാണ് മൂപ്പരുടെ ലക്ഷ്യം. അതെ, ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഫെഡറലിസത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഇന്ത്യൻ ജനത നല്ല മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ള കുറേ സമ്പന്നന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി ഈ കാലം അത്രയും നടന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായി കൈകാര്യം ചെയ്തത്. കേരള ഘടകം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. എന്ന കാരണം വെച്ചാൽ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അതല്ല, സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം, അതാണ് ചർച്ചയുടെ സംവാദത്തിൻ്റെ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, AICC ജനറൽ സെക്രട്ടറി, മുൻ പ്രതിപക്ഷ നേതാവ് MLA ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ MLA, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ PK കൃഷ്ണദാസ്. ഈ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ ഏതാനും പേർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കാകുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K രാജൻ, അതുപോലെ തന്നെ ശ്രീ റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ MLA മാത്യു T തോമസ് എന്നിവർ. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ അർത്ഥപൂർണമായ ഒരു ചർച്ച സാധ്യമാക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്ന് വേദിയിലുള്ളത്. യഥാർത്ഥത്തിൽ ആദ്യം AICC ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് താങ്കൾ ഉരുത്തിരിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്? ഈ ചർച്ച വളരെ ഹ്രസ്വമായ പ്രതികരണത്തിലൂടെ ചടുലമായി മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ച് ഈ ചർച്ച മോഡറേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മോഡറേറ്റർ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ PK കൃഷ്ണദാസ്, ബഹുമാനായ സ്പീക്കർ, സഹപ്രവർത്തകർ, സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയാണ് ഇപ്പോൾ ശ്രീ മോഡറേറ്ററായ ശ്രീ ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. ഇന്ന് സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം വളരെ ഗൗരവത്തോടു കൂടി വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും, എന്തിനേറെ ഭരണഘടന പോലും കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭരണഘടന എഴുതിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറെ പോലും പരസ്യമായി പാർലമെൻറ്റിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യവും മതേതരത്വവും
വെല്ലുവിളികൾ നേരിടുന്നു എന്ന് മാത്രമല്ല, സൗകര്യം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റി എഴുതണം എന്നുള്ള നിലയിലേക്കാണ് പ്രവർത്തനം. കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ഒരു കേസ് സുപ്രീം കോടതി വന്നപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ നിയോഗിച്ചു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായൊരു വിധിയുടെ ഒരു ഭാഗം ഞാൻ പറയാം. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഇപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ ഭരണഘടന പോലും മാറ്റാനുള്ള ശ്രമം, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറി, പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ, അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെയാണ് പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. ശ്രീ ജോൺ ബ്രിട്ടാസ് ഒരു രാജ്യസഭാ അംഗമാണ്. പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റും നിയമസഭകളും പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവിടെ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. ജുഡീഷ്യറിയെ പറ്റിയുള്ള സംശയങ്ങൾ ഉയരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നു. ഇതെല്ലാം സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായ പ്രതിപാദനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞാൻ പി കെ കൃഷ്ണദാസിൻ്റെ മുഖഭാവം നോക്കുകയായിരുന്നു. വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രണ്ടുപേരുടെയും കൂടി പ്രതിപാദനങ്ങൾ വിസ്തീർണം കേട്ട ശേഷം മറുപടി പറയാനുള്ളൊരു അവസരം ഉണ്ടാകും. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല തുടക്കം കുറിച്ചിരിക്കുന്നു. അതും വളരെ ശക്തമായ രീതിയിലാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയം വലിയ അപകടത്തിലാണ്, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ജനാധിപത്യത്തിൽ തന്നെ വലിയൊരു അപായ സൂചിക മുഴക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാഷ് നോക്കിക്കാണുന്നത്? ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിപ്പ് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ഭരണഘടന മാറ്റാൻ ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ വേണം എന്ന് 18-ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJP സംഘപരിവാർ മുന്നോട്ടേക്ക് വെച്ച ആവശ്യം. അതെന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാം. 400-ൻ്റെ മേലെ വേണം. യെസ് യെസ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ ഭരണഘടനയെ മാറ്റാനാണ്. ഭരണഘടനയെ മാറ്റുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഭരണഘടന ഇതേപോലെ എല്ലാ കാലത്തും തുടർന്ന് പോകണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ അത് ഇന്നത്തേക്കാൾ ജനാധിപത്യപരവും പുരോഗമനപരവുമായിരിക്കണം. എന്നാൽ ഇവിടെ ഭരണഘടന മാറ്റണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതവുമാണ് എന്നാണ് വാദം. സ്വാഭാവികമായിട്ടും നൂറ്റാണ്ടുകളല്ല, 1000 ആണ്ടുകളുടെ പിന്നോട്ടുള്ള യാത്രയാണ്. അത് തികച്ചും തെറ്റായ നിലപാടിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യയെ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്കോ മനു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ ജാതി ശ്രേണിയുടെ ഭാഗമായിട്ട് എവിടെ നിൽക്കണം അയിത്തമാവാതെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ജാതി വിഭാഗങ്ങളും ജാതി ശ്രേണിയിൽ സവർണൻ്റെ മുമ്പിൽ, ബ്രാഹ്മണൻ്റെ മുമ്പിൽ, ബ്രാഹ്മണീയ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര ദൂരത്തിലാണ് നിൽക്കേണ്ടത്. സവർണരാണെന്ന് പറയുന്ന ശൂദ്ര വിഭാഗം ഉൾപ്പെടെ വർണ്ണമുള്ളവരാണ്. ഇനി വർണ്ണമില്ലാത്തവർ ഉൾപ്പെടെ എത്ര ദൂരത്തിൽ, കാണാൻ പാടില്ലാത്തവരാര്, കണ്ടുകൂടാത്തവരാര്, ശബ്ദം കേൾക്കാൻ പാടില്ലാത്തവരാര്, ഒഴിഞ്ഞു പോകേണ്ടത് എങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും മനുസ്മൃതിയെയും അതുപോലെ തന്നെ ചാതുർവർണ്ണത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ഭരണഘടന വേണം എന്ന് വാദിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ അർത്ഥം മതനിരപേക്ഷതയെയും ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യ സംവിധാനത്തെയും, ജനാധിപത്യ സംവിധാനം എന്ന് പറയുമ്പോൾ വെറും പാർലമെൻറ്റ് സംവിധാനം മാത്രമല്ല, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതാണ് ചിലത് പറഞ്ഞത്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ കാവ്യവൽക്കരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിലിപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അനുഭവത്തിൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇതെല്ലാം ചേർന്ന് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തിൻ്റെ മേലെ നടക്കുന്ന കടന്നാക്രമത്തിനെതിരെ അതിവിപുലമായ ജനാധിപത്യ സംവിധാനമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. കാരണം മതധ്രുവീകരണത്തെയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കോടതിയുടെ വിധികൾ ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭരണഘടനാപരമാകുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം 1947 ആഗസ്റ്റ് 15 ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് എന്താണോ ആരാധനാലയങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ 1947 ആഗസ്റ്റ് 15 സ്റ്റാറ്റസ് അത് തുടരണം എന്ന് 1991 ഭരണഘടനാപരമായ ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനിച്ചതാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനെതിരായി ഇപ്പോഴ് വാരാണസി ആയാലും സംഭവരായാലും ഇന്ത്യയുടെ വിവിധ മേഖലകളിലെ പള്ളികൾ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ മുമ്പ് തന്നെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ പുതിയ ക്ഷേത്രം പണിത് കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ ചുവട് വെച്ച് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വാരാണസി ആയാലും സംഭവമായാലും വളരെ പ്രധാനപ്പെട്ട പള്ളികളെല്ലാം അതിൻ്റെ അടിയിൽ പഴയ പുരാവസ്തു പരിശോധനയുടെ ഭാഗമായിട്ട് 11 എല്ലാ ആണ് ഉദ്ദേശിക്കുന്നത്. 11 ഇപ്പം പറയാണ്. പി കെ കൃഷ്ണദാസ് നാളെ പുതിയ സ്ഥലങ്ങൾ ആഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. നിലവിൽ 11 സ്ഥലങ്ങളിലെങ്കിലും പള്ളി മാറ്റി അവിടെ ക്ഷേത്രം പണിയുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി സർവേ നടത്തുക എന്നുള്ളതാണ്. ആ സർവേയും പരിശോധനയും നടത്താൻ കോടതി അനുവദിക്കുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തർക്കം ഉന്നയിക്കാന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ തർക്കം ഉന്നയിച്ചാൽ ജുഡീഷ്യറി തന്നെ അതിന് സമ്മതം കൊടുത്തുകൊണ്ട് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും അവസാനം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ശക്തിയായ രീതിയിലുള്ള ഒരു ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് ഒരു തരത്തിലും രാജ്യം അംഗീകരിക്കുന്നതല്ല. അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ ഐക്യം നിലനിർത്താൻ സാധിക്കുന്നതല്ല, ഐക്യം തകർക്കുന്ന രീതിയിലുള്ള ഈ ധ്രുവീകരണ പ്രക്രിയയെ പ്രതിരോധിക്കുക എന്നുള്ളതും ഭരണഘടനാപരമായ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് ഭരണഘടന പുരോഗമനപരമായ രീതിയിൽ പരിഷ്കരിക്കാം, എന്നാൽ ഈ പറയുന്ന രീതിയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് ഭരണഘടനയെ മാറ്റാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇതുപോലുള്ളൊരു സംവാദം സാധ്യമാകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമായിരിക്കും. അതിന് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിന് വെളിയിൽ ഇതുപോലുള്ളൊരു സംവാദം സാധ്യമാവുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയും സാധ്യമല്ല എന്നുള്ളത്. അതുതന്നെയാണ് കേരളത്തെ ഇപ്പോൾ തമിഴ്നാട്ടിൽ കർണാടകയിൽ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ സംസാരിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ AICC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞെങ്കിൽ പോലും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താല്പര്യം. അത് ഞാൻ പറക്കുന്നില്ല. ശ്രീ PK കൃഷ്ണദാസിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ PK കൃഷ്ണദാസ് രണ്ടുപേരും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സചേതന ഭാവമാണ് ഇവിടെ. എന്നാ കാരണം എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ നേർക്കുനേരെ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ സമാനമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്, രാജ്യം മുമ്പോട്ട് പോകുന്നതിന് പകരം പിമ്പോട്ടാണ് പോകുന്നത്. എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? ആദരണീയനായ മോഡറേറ്റർ, എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ MLA, ബഹുമാന്യായ ശ്രീ രമേശ് ചെന്നിത്തല, അതിനപ്പുറത്ത് സദസ്സിലാണെങ്കിലും നമ്മുടെ സ്പീക്കർ ബഹുമാന്യനായ ശംശേർ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഏതായാലും ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 2 വർഷം ഇവിടെ ഇതേപോലെ സംവാദം നടന്നിരുന്നു. അതിലൊരു തവണ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് അവസരം ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകിയിരുന്നു. ഇത്തവണയും സംവാദത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ നിയമസഭാ സ്പീക്കറോടുള്ള നന്ദി ആദ്യമേ പ്രകടിപ്പിക്കുന്നു. ഏതായാലും ഈ സംവാദം നല്ലതിനാണ്. ഇതിൻ്റെ വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ടെങ്കിലും സംവാദം നല്ലതാണ്. ആദ്യം സംസാരിച്ച 2 കോൺഗ്രസ് CPM നേതാക്കന്മാരുടെ
പ്രതിപാദനത്തിലൂടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. പക്ഷേ സംവാദം വാദേ വാദേ ജായതേ, അതായത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണെന്നുള്ള ഭാരതത്തിൻ്റെ ആ കാഴ്ചപ്പാട് അതിനോട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തത് ഞാനല്ല കേട്ടോ, ഇവർ തന്ന വിഷയമാണ്. ഞാൻ മോഡറേറ്ററോട് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബഹുമാനപ്പെട്ട സ്പീക്കർ. ഏതായാലും ഞാൻ അതുകൊണ്ട് ഈ സംവാദം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട സ്പീക്കറെയും ഇതിൻ്റെ അരങ്ങത്തും മണിയറയിലും പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സംവാദം ഭാവാത്മകമാണ്, വിവാദം നിഷേധാത്മകമാണ്. കേരളം ഈ മോഡറേറ്റർ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണ്. സംവാദത്തിൻ്റെ ഒന്നും സ്ഥലമല്ല കേരളം, വിവാദങ്ങളുടേതാണ്. വിവാദം നിഷേധാത്മകമാണ്, നശീകരണമാണ്. പക്ഷേ സംവാദമാണ് ഭാവാത്മകം, പുരോഗമനം, നിർമ്മാണാത്മകം. അത് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയുമാണ് എനിക്കുള്ളത്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെയൊക്കെ വിവാദങ്ങൾ കുറവാണ്. അതുകൊണ്ട് സ്പീക്കർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സംവാദങ്ങൾ ഏറെയും വിവാദങ്ങൾ കുറവുമാണ്. കേരളത്തിൽ വിവാദങ്ങൾ കൂടും, സംവാദങ്ങൾ കുറഞ്ഞിരിക്കുന്നൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കേരള സമൂഹം ഈ സംവാദത്തിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും വികസനത്തിലേക്ക് മുന്നോട്ടേക്ക് നയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്ത്യയിലൊരു പുതിയ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഒരൊറ്റ കുടുംബമാണ് നമ്മുടെ രാജ്യം ഭരിച്ചത്. ഒരു കുടുംബാധിപത്യമായിരുന്നു, ആർക്കും സംശയം ഉണ്ടാവില്ല. ഇപ്പോൾ IND സഖ്യത്തിൻ്റെ ഭാഗമാണ് ഗോവിന്ദൻ മാഷും CPM ആണെങ്കിലും ഇതൊക്കെ അദ്ദേഹം അംഗീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇപ്പം പറയാൻ പ്രയാസമുണ്ടാവും ഒരു പക്ഷേ ആ കുടുംബാധിപത്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും തകർച്ചയായിരുന്നു. ഇവിടെ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും മതേതരത്തിനും എല്ലാം കനത്ത ഭീഷണിയായിരുന്നു ആ കുടുംബാധിപത്യ ഭരണം. പക്ഷേ ഇന്ന് ഒരു അഗ്നിശുദ്ധി വരുത്തിയ രാഷ്ട്രീയമാണ് BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. BJPയെക്കുറിച്ച് കോൺഗ്രസ്, അതുപോലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർ ഭീതിയുടെ രാഷ്ട്രീയമാണ് നടത്തിയിരുന്നത്. BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഫെഡറലിസത്തിനും ഭയങ്കര ഭീഷണിയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവിടെ ജനാധിപത്യവും ഉണ്ടാവില്ല, മതേതരത്വവും ഉണ്ടാവില്ല, ഫെഡറലിസം ഉണ്ടാവില്ല എന്നാണ് ഈ പ്രചരണം നടത്തിയത്. പക്ഷെ ഇതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇന്ത്യൻ ജനത ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിച്ചു. ഇതാ 3ാം തവണയും നരേന്ദ്രമോദിയെ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി അവരോധിച്ചു. കാരണം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരും നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളെ പാടെ നിരാകരിച്ചുകൊണ്ട് ഞങ്ങൾ BJPയുടെ കൂടെയാണ്, നരേന്ദ്രമോദിയുടെ കൂടെയാണ്, NDAയുടെ കൂടെയാണെന്ന് 3ാം തവണയും ഇന്ത്യൻ ജനത തെളിയിച്ചു. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളിങ്ങനെ വിശ്വാസം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിൻ്റെ ദീർഘകാല ഭരണത്തിൽ ഭരണഘടന പിച്ചിച്ചീന്തിയെന്ന് മാത്രമല്ല കുഴിച്ചു മൂടി. ഞാൻ ചോദിക്കട്ടെ, 90 ഭരണഘടനയിൽ ഈ നമ്മുടെ ഒരു അർദ്ധരാത്രിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. 1974 ജൂൺ 24 അർദ്ധരാത്രിയാണ് ഈ ജനാധിപത്യം, സ്വാതന്ത്ര്യം എല്ലാം കുഴിച്ചു മൂടിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ. ഒരു കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന കുഴിച്ചു മൂടി. ജനാധിപത്യവും മൗലികാവകാശവും പൗരാവകാശവും ജുഡീഷ്യറിയും എല്ലാം തന്നെ കുഴിച്ചു മൂടി. അതിൻ്റെ രക്തസാക്ഷിത്വം അനുഭവിച്ചവരിൽ, അതിൻ്റെ തീവ്രമായിട്ടുള്ള പീഡനം അനുഭവിച്ചവരിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇന്നവർക്ക് ഈ IND സഖ്യത്തിൻ്റെ പേരിൽ അതൊന്നും പറയാൻ കഴിയാതെ വരും. അപ്പോൾ ജനാധിപത്യത്തെ പൂർണ്ണമായി കശാപ്പ് ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അലഹബാദ് ഹൈക്കോടതിയിൽ ശ്രീമതി ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയും അവർക്ക് 6 വർഷത്തേക്ക് മത്സരിക്കാൻ അവസരം നിഷേധിക്കുകയും ചെയ്തതിനെതിരായിട്ടാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത പാടായിരുന്നു, ഇരുണ്ട നാളുകളായിരുന്നു, അന്ധകാരാവൃതമായ നാളുകളായിരുന്നു അന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയേക്കാൾ അതിനേക്കാൾ കൂടുതൽ ആളുകളെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ ഇതേ കോൺഗ്രസ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി.
മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇതിൽ കോൺഗ്രസ് 100-ൽ പരം ഭരണഘടനാ ഭേദഗതിയാണ് കോൺഗ്രസ് നടത്തിയത്. കുറ്റമറ്റ ഭരണഘടനയായിരുന്നുവെങ്കിൽ എന്തിനാ ഭേദഗതി? മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾക്കിത് കുറ്റമറ്റതാണെന്ന ബോധ്യമില്ല, മാറ്റം വരുത്തേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ 100-ൽ പരം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താ വ്യക്തമാക്കുന്നത്? ഇത് മാറ്റം ചെയ്യേണ്ടതാണെന്നുള്ളതല്ലേ? ഞങ്ങളതുകൊണ്ട് അതിൻ്റെ അന്തസ്സത്തെ ഈ ഭരണഘടന മുഴുവൻ മാറ്റിമറിക്കണം ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ചിലതൊക്കെ നമ്മൾ കാലത്തിനനുസരിച്ച്, ഞാൻ ഗോവിന്ദൻ മാഷയുടെ വരികൾ കടമെടുക്കുക, കാലത്തിനനുസരിച്ച് യുഗാനുകൂലവും കാലാനുകൂലവുമാക്കി ഭരണഘടനയെ മാറ്റണം. ഭേദഗതി വേണ്ടി വരും. ഞാൻ തിരിച്ചു വരാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. മറ്റൊന്ന്, ഈ ഒരു കോൺഗ്രസിൻ്റെ യുഗമായിരുന്നു ഇത്. മറ്റൊരു കാര്യം, ഈ 90 നമ്മുടെ ആർട്ടിക്കിൾ 356 356 വകുപ്പ് അനുസരിച്ച് 90 തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ 60 തവണയും ഇന്ദിരാഗാന്ധിയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി, ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഫെഡറലിസത്തിനും എല്ലാം എതിരായി നിന്നവരായിരുന്നു കോൺഗ്രസ്. അതിന് മാറ്റം വരുത്തി ഇന്ന് സംശുദ്ധിയുടെ ഒരു അഗ്നിശുദ്ധി വരുത്തിയ അഴിമതിരഹിത ഭരണം, ജനക്ഷേമത്തിലും വികസനത്തിലും അധിഷ്ഠിതമായ ഭരണം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പ്, ഇന്ത്യയിൽ ഒരു പള്ളിയോ അമ്പലവും ഞങ്ങൾ തകർക്കില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ തകർന്നു പോകും എന്നല്ലാതെ ആരാധനാലയങ്ങൾക്കൊന്നും ഇന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല. അത് ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കൃതിയും അതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി.കെ. കൃഷ്ണദാസ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാർലമെൻറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശ്രീ പി.കെ. കൃഷ്ണദാസ് പറഞ്ഞത്. ഇന്ന് പാർലമെൻറ്റിലെ ഏത് ചർച്ചയിലും മുഴങ്ങിക്കേൾക്കുന്നതാണ് അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ചുള്ള ഒരു സ്മരണ. വളരെ കൃത്യമായി BJPയുടെ രാഷ്ട്രീയം ശ്രീ പി.കെ. കൃഷ്ണദാസ് മുന്നോട്ട് വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, കുടുംബാധിപത്യത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അതിൻ്റെ അസ്വസ്ഥതകളാണ് താങ്കൾ പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അഗ്നിശുദ്ധി വരുത്തിയ ഒരു ഭരണമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ്സിന് ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും പറയാൻ എന്താണ് ധാർമ്മികമായിട്ടുള്ള അധികാരമുള്ളത്? അതല്ലേ ശ്രീ പി.കെ. കൃഷ്ണദാസ്? വളരെ മയത്തിൽ ഞാനതിങ്ങോട്ട് താങ്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അത് കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങളിൽ ജനങ്ങൾ അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്നു. ജനങ്ങളുടെ പിന്തുണയോടെയല്ല, 2 ഊന്നുമടികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഒന്ന് നിതീഷ് കുമാറും മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുവും. കഴിഞ്ഞ 2 തവണയും അധികാരത്തിൽ വന്നത് വൻ ഭൂരിപക്ഷത്തോടെ BJPക്ക് ഒറ്റയ്ക്ക് പോലും ഭരിക്കാൻ കഴിയത്തക്ക നിലയിലായിരുന്നു. പക്ഷേ 18ാം ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജനങ്ങൾ കേവല ഭൂരിപക്ഷം പോലും നൽകിയില്ല. മാത്രമല്ല, 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിലേക്ക് താഴെ പോയി. രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിൽ പോലും പരാജയപ്പെട്ട പാർട്ടിയാണ് BJP. അവിടെ ജയിച്ചത് ഇന്ത്യ സഖ്യത്തിൻ്റെ MP-യാണ്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ ഡിസിസീവായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഭരണഘടന മാറ്റാൻ, ഭരണഘടനയുടെ അലവും പിടിയും മാറ്റാൻ ജനങ്ങൾ അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് 2 കക്ഷികളുടെ സഹായം തേടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെക്കാളും നിങ്ങളുടെ ഗ്രാഫ് താഴോട്ട് പോയിരിക്കുന്നു. നിങ്ങളുടെ ഭരണ നേട്ടമായിരുന്നെങ്കിൽ അബ് കി ബാർ 400 പാർ എന്നുള്ള നിങ്ങളുടെ മുദ്രാവാക്യം വിജയിക്കണമായിരുന്നു. 1. രണ്ടാമത്തെ പോയിൻ്റ്, ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഷുഡ് നോട്ട് ബി ആൾവേസ് സ്റ്റാറ്റിക്. എന്നും ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മാറ്റം അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടനയിൽ ഇനിയും മാറ്റങ്ങൾ വരണം. എൻ്റെ പോയിൻ്റ്, 100-ലേറെ അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോഴും അമെൻമെൻറ്റ് വരും. ബട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേർഡ്. ഉദാഹരണം, 1 നേഷൻ 1 ഇലക്ഷൻ ഇന്ത്യൻ ഫെഡറലിസത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന നടപടി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി മോഡി മന്ത്രിസഭയിലെ ഒരു അംഗത്തെ ആ അംഗമാക്കുന്നു. അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്.
ലാസ്റ്റ്ലി അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഇന്ത്യൻ ജനത നൽകിയ അംഗീകാരമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്തുന്ന കാര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വലിയ പങ്കുണ്ടായിരുന്നു. സ്വന്തം ജീവിതം ബലിയർപ്പിച്ചാണ് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് ജനാധിപത്യവും അഖണ്ഡതയും ഐക്യവും നിലനിർത്തിയത്. രാജ്യത്തിന് വേണ്ടിയാണ് രാജീവ് ഗാന്ധി സ്വന്തം ജീവിതം ബലിയർപ്പിച്ചത്. ആ രക്തസാക്ഷിത്വ പാരമ്പര്യമോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമില്ലാത്തൊരു പാർട്ടി ഇപ്പം ഞങ്ങളെ തിരിഞ്ഞ് കുടുംബാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു BJPയുടെ നേതൃത്വവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അന്ന് അവരെടുത്ത നിലപാടുകൾ ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിരുന്നു. അവിടെയും വർഗീയതയാണ് കണ്ടെത്തിയത്. ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിലനിൽക്കുവാനുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടാക്കാമെന്ന് കരുതണ്ട എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ എം ഇ ഗോവിന്ദൻ മാഷ്, അതായത് BJP എപ്പോഴും ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നൊരു കാര്യമാണ്, അതായത് 356 ദുരുപയോഗം. അതിൽ 959 EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. ദേശീയ BJP നേതാക്കളും എപ്പോഴും എടുത്തുപയോഗിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമല്ല കോൺഗ്രസുമായിട്ട് എങ്ങനെയാണ് ഒരു നീക്കുപോക്ക്, അതല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സഹവാസം അല്ലെങ്കിൽ ചെങ്ങാത്തം സാധ്യമാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ഗവൺമെൻറ്റിനെയും BJP പിരിച്ചുവിട്ടില്ലല്ലോ. അത് ഒരു പക്ഷേ എനിക്കതിനൊരു മറുപടിയുണ്ട്. പക്ഷേ അതല്ല, പക്ഷേ നിങ്ങൾ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്തുണ കൊടുത്ത് വന്നപ്പോൾ ആ ഗവൺമെൻറ് എത്ര ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടു? രമേശ്, ഞാൻ ജനസംഖ്യ കൂടി ഇതിനകത്ത് പിന്തുണ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. അതായത് ഒരുപക്ഷെ SR ബൊമ്മെ കേസിൽ വിധിക്ക് ശേഷമാണ് ഈ 386 പ്രയോഗം അവസാനിച്ചത്. അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭേദഗതി ആയിരുന്നില്ല എങ്കിൽ പോലും ഗോവിന്ദ മാഷ്, അതായത് വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്? ഇവിടെയല്ല, ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ചർച്ച. അതുകൊണ്ടാണ് ഭൂതകാലത്തിലേക്കൊന്നും പോകാതിരുന്നത്. നമ്മുടെ ചർച്ചയുടെ വിഷയം വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ഭൂതകാലത്തിൽ പോയാൽ കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ വർഗപരമായ വിമർശനം കടുത്ത രീതിയിൽ ഉന്നയിക്കുന്ന പാർട്ടിയാണ് CPIM. അതാണ് മൂപ്പരുടെ ലക്ഷ്യം. അതെ, അടിയന്തരാവസ്ഥ 1975 ജൂൺ 26 അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുകയും കേരളത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് AK ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന ചിത്രം ഉൾപ്പെടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും വലിയ പ്രഹരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ആ ഭൂതകാലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ന്യായീകരിക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാറ്റം വരുത്താൻ പാടുണ്ടെന്നാണ് ഞാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ അവകാശം കിട്ടിയത്, ഈ സംവരണം കിട്ടിയത്, ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ചുമതലയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞത് ഭരണഘടനാ ഭേദഗതി കൊണ്ടാണ്. അങ്ങനെയുള്ള ഭേദഗതി വരേണ്ടത് അത്യാവശ്യമാണ്. അതിനെനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ ആദ്യം തന്നെ പറയുമ്പോൾ അത് സമ്മതിച്ചതാണ്. പക്ഷേ അത് പുരോഗമനപരമായ രീതിയിലായിരിക്കണം, മുന്നോട്ടേക്കുള്ള യാത്രയായിരിക്കണം, സമൂഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം ഭരണഘടനാ ഭേദഗതി. നേരെ മറിച്ച് അടിയന്തരാവസ്ഥ പോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. 356 വകുപ്പനുസരിച്ച് VMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതുപോലെയുള്ള ക്രൂരമായ നിലപാട് ഇനി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഉണ്ടാവരുത്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കി, ഒരു സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കി 2 കേന്ദ്രഭരണ പ്രദേശമാക്കി. അത് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ അതിനുശേഷം BJPയുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഭരണഘടനാപരമായ ഭേദഗതി ഉൾപ്പെടെ ഈ ഇന്ത്യക്ക് ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്.
രണ്ടാമത്തെ കാര്യം, കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കോൺഗ്രസിനെ പറ്റി അധിക്ഷേപിക്കുന്നുണ്ട്. നേരെ മറിച്ച് അത് വർഗപരമായ നിലപാടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങളതിനെ വിശകലനം ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു ആയാലും ഇവരെല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ വളർത്തിയെടുത്ത വർഗം ഇപ്പോൾ ബി ജെ പി വളർത്തിയെടുക്കുന്ന വർഗം ഒരേ വർഗമാണ്. അതിൽ ബി ജെ പിക്കും കോൺഗ്രസിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. രണ്ട് ഒരേ വർഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക കുടുംബങ്ങളുടെ, കോപ്പറേറ്റീവുകളുടെ വളർച്ചയാണ്, ഭൂപ്രഭുക്കളുടെ വളർച്ചയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് മൂലധനം എന്ന് പറയുന്ന സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ വളർച്ചയാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കിയത്, ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം പേര് പറയാൻ മാത്രമാണ്. ജനങ്ങൾ ഇപ്പോഴും 10-30 കോടിയിലധികം പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത ഒരു ഇന്ത്യൻ സമൂഹമാണ് നമുക്കുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുള്ളത് ഈ ഇന്ത്യയിലാണ്. ഇതെല്ലാം വെള്ളപൂശിയിട്ട് ഞങ്ങൾ അഗ്നിശുദ്ധി, എന്ത് അഗ്നിശുദ്ധിയാണ്? ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പിന്നോക്കം പോയ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ കഴിഞ്ഞ 3 ടേമുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇപ്പോഴത്തേത്. 2% വോട്ട് കൂടി ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് ഇപ്രാവശ്യം അധികാരത്തിൽ വരില്ലായിരുന്നു. കോൺഗ്രസ് കുറച്ചുകൂടി വിശാലതയോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറിയിരുന്നുവെങ്കിൽ ഈ 2% വോട്ടും 38 സീറ്റും മാറുമായിരുന്നു. അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിയുടെ ഭരണം ഇപ്പോഴും ഇവിടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറയുന്നത് പോലെ അഗ്നിശുദ്ധിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഭൂരിപക്ഷം ഇപ്പോഴും ഇല്ല. ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഫെഡറലിസത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഇന്ത്യൻ ജനത നല്ല മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ആ മറുപടി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായത്. 2 സഖ്യകക്ഷികളെ കൂടി ചേർത്തുകൊണ്ടാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണത്തെപ്പറ്റി, ഏക സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. നേരത്തെ പൗരത്വം തന്നെ മതപരമാവണം എന്ന നിയമം തന്നെ നിർമ്മിച്ചത്. ഒരു രാജ്യം, ആ രാജ്യത്ത് വേറെ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പും പാടില്ല, ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള സ്വേച്ഛാധിപത്യപരമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഒരു ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മറ്റിതര പാർട്ടികളെയും ചേർത്ത് ബി ജെ പിക്കെതിരായി അതിശക്തിയായ മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സമകാലീന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ആ ചുമതലയാണ് ഇന്ത്യൻ ജനത നിർവഹിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചു വരാം. ശ്രീ കൃഷ്ണദാസ്, ഒരുപാട് ആരോപണങ്ങൾക്ക് താങ്കൾ മറുപടി പറയേണ്ടത്. ഒന്ന്, മനുസ്മൃതിയെ ഇന്നും ഭരിക്കുന്ന ഒരു പാർട്ടി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് താങ്കൾ നിശബ്ദത പാലിക്കുന്നു. അതുപോലെ തന്നെ ഒരു സർക്കാരിനെ പിരിച്ചുവിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗവർണറെ ദുരുപയോഗിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ ക്രിപ്പിൾ ചെയ്യുന്നൊരു രീതി. പിന്നീട് ഗോവിന്ദ മാസ്റ്റർ അതിശക്തമായൊരു ഫാഷിസത്തിലേക്കുള്ള ഒരു പോക്ക്, പ്രയാണം. അങ്ങനെ വൈവിധ്യമാർന്ന ആരോപണങ്ങളുടെ ശരമാണ് താങ്കളുടെ മുകളിലേക്ക് വന്നിരിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ സമയം കുറച്ച് കൂടുതൽ എനിക്ക് അവകാശപ്പെടുന്നു. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ബ്രിട്ടാഷ് ഒരു ഇക്കാര്യത്തിൽ വളരെ ഉദാരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ചർച്ചയിൽ പോലും. ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, അഗ്നിശുദ്ധി വരുത്തിയ രാഷ്ട്രീയമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എൻ ഡി എയും പിന്തുടരുന്നത്. അതാണ് ഇന്ന് രാജ്യത്ത് കാണുന്നത്. മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസും അതുപോലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ നടത്തിയ തെറ്റായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ഭീതിയുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് മൂന്നാമതും ബി ജെ പിയെയും എൻ ഡി എയും നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിയത്. അഴിമതിരഹിതമായിട്ടുള്ള ഒരു വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ ഭാരതത്തെ പടുത്തുയർത്താനുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്നത്. പക്ഷേ നേരത്തെ 2 പേര് സൂചിപ്പിച്ചത് ഞങ്ങൾക്ക് പിന്തുണയില്ല, ഞങ്ങളുടെ ജനപിന്തുണ കുറഞ്ഞിരിക്കുന്നു, ജനസമ്മതിയില്ല. ബഹുമാന്യനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല കണക്കുകൾ ചില ഉദ്ധരിച്ചു. ഞങ്ങൾ ഭൂരിപക്ഷം ഇല്ലാത്തവരാണ്, കാരണം ബി ജെ പിക്ക് 240 സീറ്റേ ഉള്ളൂ. ഊന്നുവടിയെക്കുറിച്ച് പിന്നെ ടി ഡി പിയുടെയും
അതേപോലെ തന്നെ JDUടെയും സഹകരണത്തോടുകൂടിയാണ് ഞങ്ങളുടെ ഭരിക്കുന്നത്, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടോ? അങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി അഭിപ്രായപ്പെടുമോ? UDF കേരളം ഭരിച്ച സമയത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാവാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് കൃഷ്ണദാസ് മോഡി ഒഴിയണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഭരിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ ഭരണത്തിൽ ഭൂരിപക്ഷം ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അത് ജനപിന്തുണയുടെ കുറവാണെന്ന് പറയുന്ന ആ ഒരു ന്യായമുണ്ടല്ലോ. അത് നിങ്ങളുടെ കാര്യത്തിൽ അത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് ഭൂരിപക്ഷമില്ലെങ്കിലും ഘടകകക്ഷികളുടെ സഹകരണത്തോടു കൂടി UDFന് അധികാരത്തിൽ വരാൻ ഭരിക്കാം. CPMന് ഭൂരിപക്ഷമില്ലെങ്കിലും LDFിലെ ഘടകകക്ഷികളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടി അധികാരത്തിലേറാം. പിന്നെ NDA മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന BJP അതിൽ ഘടകകക്ഷികളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടി രാജ്യം ഭരിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു പന്തിയിൽ 2 ഭോജനം പാടുണ്ടോ? പിന്നെ മറ്റൊന്ന്, ഞങ്ങളുടെ പിന്തുണയൊന്നും കുറഞ്ഞിട്ടില്ല. സീറ്റ് കുറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങൾ സീറ്റ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 2019 ഞങ്ങൾക്ക് കിട്ടിയത് 36.54% വോട്ടാണ്. അതേ വോട്ട് ശ്രീ ജോൺ ബ്രിട്ടാസ് 37% വോട്ട് ഇപ്പം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പിന്തുണ കുറഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, അല്ല എൻ്റെ ഒരു ആരോപണമല്ല, മോഡറേറ്ററോടാണല്ലോ ഞങ്ങൾ പറയേണ്ടത്. ഒരു കാലത്ത് ഇന്ത്യയിൽ നോക്കൂ നിങ്ങൾ, 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 49% വോട്ടും 404 സീറ്റും കിട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ്. 40 വർഷത്തിന് ശേഷം നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ തവണ അവരുടെ വോട്ട് ശതമാനത്തിന് 21%. 99 സീറ്റാണ് കിട്ടിയത്. 99 സീറ്റിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, സ്വന്തം BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടി ജയിച്ചത് 49 സീറ്റിലാണ്. ബാക്കിയൊക്കെ ഘടകകക്ഷികളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് കോൺഗ്രസ് ജയിച്ചത്. എവിടെയാണ് BJPയുമായി ഏറ്റുമുട്ടിയിട്ട് ജയിക്കാൻ സാധിച്ചത്? ഞാൻ പറഞ്ഞു 49 സീറ്റിലാണ്. കോൺഗ്രസ് ഭരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിച്ചതാണ്. ഇന്ന് ഹിമാചൽ പ്രദേശ് 4 ലോക്സഭാ സീറ്റ് അവിടെ ഭരണമുണ്ട്. 17 സീറ്റുള്ള തെലങ്കാനയിൽ ഭരണമുണ്ട്. 28 ലോക്സഭാ സീറ്റുള്ള കർണാടകത്തിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. 545 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് 49 ലോക്സഭാ മണ്ഡലങ്ങളുള്ള 3 സംസ്ഥാനത്താണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷിയും ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളാണ് ഭരിക്കുന്നത്. ഞങ്ങൾ ജനപിന്തുണ ഇല്ലാത്തത് കൊണ്ടാണോ? ജനപിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ ഭരണത്തിലെത്തിയത്. മാത്രമല്ല, ഞങ്ങൾക്ക് 240 സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. കോൺഗ്രസ് ഒന്നുമില്ല, കോൺഗ്രസ്സിന് ഒന്നും മഹാരാഷ്ട്രയിൽ നേടാൻ സാധിച്ചില്ല. ബഹുഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന് ആർക്കെങ്കിലും, ഇപ്പോൾ ഗോവിന്ദൻ മാഷും ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ 240 സീറ്റായിപ്പോയി. 2019 അല്പം സീറ്റ് കുറഞ്ഞു പോയി. അതുകൊണ്ട് BJPക്കും നരേന്ദ്രമോദിക്കും ജനപിന്തുണ കുറഞ്ഞു എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് ചുട്ട മറുപടിയാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പം ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് അഗ്നിശുദ്ധി വരുത്തിയ ഒരു രാഷ്ട്രീയത്തിന് ഞങ്ങൾ നേതൃത്വം. ഞങ്ങളുടെ വികസനം, ഞങ്ങളുടെ ജനക്ഷേമം, ഈ ഭാരതത്തെ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാക്കി മാറ്റാനുള്ള ഞങ്ങളുടെ ശ്രമം, അത് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താ? അത് ജനാധിപത്യം, പൗരാവകാശം, മൗലികാവകാശം, ജുഡീഷ്യറി, ഇതിനൊക്കെ തകർത്തുകൊണ്ടല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പക്ഷേ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയേണ്ട എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായം അത് സ്വാഭാവികമായിട്ട് കാലിക രാഷ്ട്രീയത്തിൽ CPMൻ്റെ നിലപാടായിരിക്കും ഭൂതകാലത്തെക്കുറിച്ച് മറക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഭൂതകാലത്ത് നിന്ന് പാഠം പഠിച്ച് വർത്തമാനകാല രചന നടത്തി ഒരു ഭവ്യമായ ഭാവിയെ രൂപപ്പെടുത്തുക എന്നുള്ള ഞങ്ങളെ കാഴ്ചപ്പാട്. അവിടെ ഞങ്ങൾക്ക് ഭൂതകാലത്തെ മറക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഭൂതകാലത്ത് പാഠം പഠിക്കണം. അതിനും അപ്പുറത്തുള്ള ഭൂതകാലത്ത് നിന്ന്, ഭാരതത്തിൻ്റെ ഭൂതകാലങ്ങളിൽ നിന്ന് പ്രേരണയും പ്രചോദനവും ഏറ്റുവാങ്ങണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ. ഓക്കെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഞാൻ തിരിച്ചു വരും. അല്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നിങ്ങൾ ഭൂതകാലത്തിൽ പോയി ഒരുപാട് കുഴി കുടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ആ കുഴിയെക്കുറിച്ചാണ് ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല, അതായത് അദ്ദേഹം മഹാരാഷ്ട്ര എടുത്തിട്ടത് താങ്കളെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയാണെന്നുള്ള സ്നേഹിക്കുന്നതാണ്. അല്ല, ഒന്ന് വ്യക്തിപരമായി പരാമർശിച്ചാണ്. അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ വളരെ ഭംഗിപൂർവ്വം ചില ആൾക്കാർ അവിടെ നിന്ന് കണ്ണുകൊണ്ടൊക്കെ കാണിച്ചിരുന്നു, ഞാൻ കണ്ടത്. അതായത് ഇപ്പോൾ കൃഷ്ണദാസിനെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
മഹാരാഷ്ട്ര മാറ്റിവെക്കാം. പക്ഷേ ഇവിടെ എനിക്കൊരു പ്രസക്തമായ ചോദ്യം, ഇന്ന് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ മുകളിലുള്ള സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ യോഗം ആരംഭിക്കുകയാണ്. കൃഷ്ണദാസ് ഇത് പറയുമ്പോൾ തന്നെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ വരുമ്പോൾ വേണമെങ്കിൽ BJPക്ക് പാർലമെൻറ്റ് പിരിച്ചുവിട്ടാൽ എല്ലാ നിയമസഭകളും അസ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന ശിലകളിലൊന്നായ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി വിച്ഛേദിക്കപ്പെട്ടില്ലേ? ഈ ഒരു നിയമനിർമ്മാണം തന്നെ ഒരു പക്ഷേ ഇന്ത്യയുടെ സമകാലീന ഇന്ത്യയുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ? എന്താണ് താങ്കൾ അത് സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഫെഡറലിസമാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് ഏറ്റവും പ്രധാനം. വിവിധ ആശയങ്ങൾ, വിവിധ ചിന്തകൾ ഒക്കെയുള്ള വിവിധ സംസ്ഥാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. സംതൃപ്തമായ സംസ്ഥാനങ്ങളും അവയെ യോജിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഭരണവുമാണ് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? വൺ നേഷൻ വൺ ഇലക്ഷനോട് കൂടി ഫെഡറലിസത്തിന് നേരെയുള്ള വലിയൊരു കടന്നാക്രമണമാണ്. തന്നെയുമല്ല, അത് പ്രായോഗികവുമല്ല. പലപ്പോഴും വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രായോഗികമല്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ അതോടൊപ്പം തന്നെ, ഞാൻ മഹാരാഷ്ട്രയുടെ കാര്യം അവസാനം വരാം, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണും. പറയുമല്ലേ? പറയും, തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിൽ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്നു, അതിസമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുന്നു. ഇന്ത്യയിലെ സമ്പത്തിൻ്റെ 40% 1% വരുന്ന അതിസമ്പന്നർ കൈയടക്കിയതായി വേൾഡ് ഇന്നിക്വാളിറ്റി ലാബിൻ്റെ ഗവേഷണ ഫലങ്ങൾ തെളിയിക്കുന്നു. ഇന്ത്യൻ സമ്പത്തിൻ്റെ 60% കൈയടക്കിയിരിക്കുന്ന വെറും 5% ആളുകളാണ്. അന്ന് ഓക്സാം അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള 50% ജനത മൊത്തം ഇന്ത്യൻ സമ്പത്തിൻ്റെ വെറും 3% മാത്രമാണ്. ഇന്ത്യയുടെ എക്കോണമിയുടെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. ഞാനിത് പറയാൻ കാരണം, കൃഷ്ണദാസ് പറഞ്ഞു, സാമ്പത്തിക രംഗത്ത് ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ കൂടുതൽ പാവപ്പെട്ടവരായി മാറുന്ന ഒരവസ്ഥയല്ല നമുക്കിവിടെ ആവശ്യം. കഴിഞ്ഞ 10 വർഷത്തെയാണ് ഈ സ്റ്റഡി ഞാനിവിടെ ഉന്നയിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന സാമ്പത്തിക നയം രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളെ കൂടുതൽ പാവപ്പെട്ടവരാക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. 1. 2, മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ കഴിഞ്ഞ 10 മാസക്കാലമായി ഞാനവിടെ, എനിക്ക് പാർട്ടിയുടെ ചാർജ് ഉണ്ടായിരുന്നു, ഞാൻ പ്രവർത്തിച്ചതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് 31 സീറ്റ് കിട്ടി. കോൺഗ്രസ് 1ാമത്തെ കക്ഷിയായി 15 സീറ്റുകൾ നേടി 1ാമത്തെ കക്ഷിയായി. 3 മാസം കഴിഞ്ഞപ്പോൾ വളരെ ആസൂത്രിതമായി ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ഈ 4 സംസ്ഥാനങ്ങൾ ഒരുമിച്ചായിരുന്നു ഇലക്ഷൻ: ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഹരിയാന, മഹാരാഷ്ട്ര. ഇത്തവണയും ഞങ്ങൾ പ്രതീക്ഷിച്ചത് 4 ഒരുമിച്ച് അനൗൺസ് ചെയ്യുമെന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഒരു മന്ത്രിയെ ആ കമ്മീഷനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിയോഗിച്ചത് മുതൽ അവരുടെ ചൊൽപ്പടിക്കാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 4 ഇലക്ഷനും ഒരുമിച്ച് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ 2 ഇലക്ഷൻ ആദ്യം, പിന്നീട് 2 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇലക്ഷൻ. എന്തിനാണ്? BJPക്ക് ഇഷ്ടം പോലെ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പാക്കാൻ അവസരം കൊടുത്തു. 1. 2, ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കിട്ടിയ 3 മാസത്തിനുള്ളിൽ 45 ലക്ഷം വോട്ടർമാർ പുതുതായി വോട്ടർമാരെ ചേർത്തു. ഞങ്ങൾ പരാതികൾ നിരന്തരം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല. ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വിരമിക്കുന്നതിന് മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം ഉന്നയിച്ചിട്ട് പോലും വ്യക്തമായില്ല കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. 1. 2, 6 മണി മുതൽ 7 മണി വരെ 90 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള പുതിയ കണക്ക്. ഇത് 2 സൂചിപ്പിക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഇന്ത്യ ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണം. ലോകത്ത് തന്നെ 6 രാജ്യങ്ങളിലേ ഉള്ളൂ EVM ഉള്ളത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളത്. വലിയ രാജ്യങ്ങളിൽ, വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊക്കെ
ഇപ്പോഴും ബാലറ്റ് പേപ്പറിലൂടെയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തം പിണിയാളുകളെ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു. ഞാൻ തിരിച്ചു ഒറ്റ കാര്യമുണ്ട്. ജമ്മു കാശ്മീരിൽ നിങ്ങൾ ജയിച്ചോ, ഹരിയാനയിൽ ഞങ്ങൾ ജയിക്കും. ജാർഖണ്ഡിൽ നിങ്ങൾ ജയിച്ചോ, മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ജയിക്കും. കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും ഇടപെടില്ല. ഇടപെടേണ്ടടുത്ത് ഇടപെടും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു തകർക്കാനുള്ള നീക്കം വളരെ ബോധപൂർവമായി നടക്കുന്നു. രാജ്യത്ത് ഇതിനെതിരായ ഒരു ശക്തമായ പ്രക്ഷോഭം വളർന്നു വരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് വിശ്വാസമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഗോവിന്ദ മാഷ്, അതായത് ഒരുപക്ഷെ താങ്കൾ ഭൂതകാലത്തെ വിസ്മരിക്കരുതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീ പി കെ കൃഷ്ണദാസ് താങ്കളുടെ മുന്നിൽ സമർപ്പിച്ചത്. അതുപോലൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ കാലിക സംഭവവാസങ്ങൾ, അതിൽ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിരമിക്കുകയാണ്. അദ്ദേഹം 6 മാസം ധ്യാനമഗ്നനായി ഹിമാലയത്തിലിരിക്കുകയാണ്. ചെയ്ത പാപം മുഴുവൻ തീർക്കണമല്ല, ഇന്ന് ഹിമാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം. ഇത് ഞാൻ ഇട്ടുകൊടുത്ത പാസിന് മുകളിൽ മൂപ്പർ ഗോളടിച്ച കേട്ടാ. ഓക്കെ, ശരി. ഇവിടെ ഭൂതകാലത്തെ നിഷേധിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വർത്തമാന ഇന്ത്യൻ പശ്ചാത്തലത്തെ പറ്റിയാണ് ഇന്ന് ഇവിടെ ചർച്ച. അതുകൊണ്ട് വർത്തമാനത്തിലേക്ക് ഊന്നുക എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ചരിത്രത്തെ നിഷേധിക്കാനോ ഭൂതകാലത്തെ നിഷേധിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല. ഉജ്ജ്വലമായ ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ട്. ഒരു വർത്തമാനം ത്രസിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണേണ്ടത്. ഇതിൽ നിന്ന് തന്നെയാണ് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടി ശരിയായ ദിശാബോധത്തോടെ മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ ത്രികാല ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം, ഭൂതകാലത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും വർഗപരമായി ഒരേ നിലപാട് സ്വീകരിക്കുന്ന വർഗ സ്വഭാവം ഉള്ള പാർട്ടികളാണ്, ഭരണവർഗ പാർട്ടികളാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു സാമ്പത്തിക ധ്രുവീകരണം. ഏതാണ്ട് 87% സമ്പത്ത് 10% കയ്യിലാണുള്ളത്. അതിപ്പോൾ ബി ജെ പി ഒന്ന് തുടങ്ങിയുണ്ടാക്കിയതല്ല. അത് കോൺഗ്രസിൻ്റെയും വർഗ നിലപാട് അതാണ്, ബി ജെ പിയുടെയും വർഗ നിലപാട് അതാണ്. ഒരു വ്യത്യാസവും ആ കാര്യത്തിലില്ല. അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടെയുള്ള കുറേ സമ്പന്നന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി ഈ കാലം അത്രയും നടന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായി കൈകാര്യം ചെയ്തത്. അതിലെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി ബി ജെ പി ആണ് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിലെ പ്രധാനപ്പെട്ട ചുമതല കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസ്സാണ് നിർവഹിച്ചത്. അന്നും ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതിൻ്റെ അപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ? ഈ രാജ്യം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ജനാധിപത്യ വിപ്ലവം നടക്കാതെ രാജ്യ ഇന്ത്യ. ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ലോകത്ത് നൂറുകണക്കിന് രാജ്യങ്ങൾ നടന്നതാണത്. ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ഇല്ല, ഞാൻ പറയാം, അത് കുറച്ചും കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പോകുന്നത്. ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 400 കൊല്ലത്തിലധികമായി ലോകത്ത് ആ ജനാധിപത്യ വിപ്ലവം തുടങ്ങിയിട്ട്. അത് ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ വിപ്ലവമാണ്, പ്രതിവിപ്ലവമൊന്നുമല്ല. ഭൂഷ്വാ ജനാധിപത്യ വിപ്ലവം എന്നതിന് പേര്. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തെയാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുക. ലോകത്തെ എല്ലാം അങ്ങനെയാണ്. ഇവിടെ ജനാധിപത്യ വിപ്ലവം നടന്നില്ല, ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാത്തതിൻ്റെ ഗുണഭോക്താവാണ് RSSും ബി ജെ പിയും. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഗുണഭോക്താവാണ്. കാരണം മാഷ് 1-2 പുസ്തകം രമേശിക്ക് വായിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ജന്മിത്വത്തിൻ്റെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ളതൊന്നും മാറിയിട്ടില്ല. ഭൂബന്ധത്തിൽ മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ സാംസ്കാരിക അവബോധത്തിൽ ഗൗരവകരമായ മാറ്റം സംഭവിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചാതുർവർണ്ണ വ്യവസ്ഥ ഇപ്പോഴും പറയാൻ സാധിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് സമൂഹമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കും. ഇന്നതില്ല. അതുകൊണ്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാതെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വന്നിട്ടില്ല. സോവിയറ്റ് യൂണിയനിലും ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ജനാധിപത്യ വിപ്ലവം നടന്ന രാജ്യങ്ങളാണ്. അല്ലല്ല, ജനാധിപത്യ വിപ്ലവം നടന്നല്ല. അവിടെയൊക്കെ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ്. അവിടെയൊക്കെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നെയാണ്. സോഷ്യലിസ്റ്റ് വിപ്ലവവും ജനാധിപത്യ വിപ്ലവവും രണ്ടും രണ്ടാണ്. എല്ലാ വിപ്ലവവും വിപ്ലവമാണെന്ന് പറയാൻ പറ്റില്ല. അടിമത്തത്തിനെതിരായിട്ട് ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിപ്ലവം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുസ്തകം വായിക്കാൻ കൊടുക്കണം മൂപ്പർക്ക്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിച്ചാൽ അത് മതി. ഇന്ത്യയെ കണ്ടെത്തൽ വായിക്കണം. ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഞാൻ ആ പുസ്തകം വായിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ ചരിത്രപരമായ ഭൗതികവാദമെന്ന മാർക്സിയൻ ദർശനത്തിൻ്റെ ചരിത്ര പ്രയോഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പുസ്തകരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരനാണ് ഈ ജവഹർലാൽ നെഹ്റു. ആ പുസ്തകം വായിക്കണം. ഓക്കെ. വിശ്വചരിത്രാവലോകവും വായിക്കണം, ഇന്ത്യയെ കണ്ടെത്തലും വായിക്കണം. ഞാൻ ഈ രണ്ട് പുസ്തകവും വളരെ എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, ഒന്നും കൂടി വായിക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇന്നലേക്ക് അയച്ച കത്തുണ്ടല്ലോ, അത് ഇതിൻ്റെ ഭാഗം തന്നെയുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം. അത് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു പുസ്തകം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹം വളർന്നു വന്നത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉള്ള പോയിൻ്റ് ഇങ്ങനെയാണ്: ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാത്തതുകൊണ്ട് ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജന്മിത്വം അവസാനിപ്പിച്ച ഒരു വർഗം ഈ ഇന്ത്യയിൽ ഇല്ലാതാക്കിയ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. ഇവിടെ ജന്മി എന്ന് പറയുന്ന ഒരു വർഗം ഇപ്പോഴില്ല. ആ ജന്മി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഭൂപ്രഭുത്വം അതിശക്തിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുമ്പിലുള്ള നമ്മുടെ ചിത്രം. അത് അന്ധവിശ്വാസ ജടിലമായ അതിൻ്റെ ആശയങ്ങളെയും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അത് നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ പിന്നോക്കാവസ്ഥയെ അതേപോലെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. അതുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 87% സമ്പത്ത് 10% കയ്യിൽ നിർത്തി. ഇവിടെ പറഞ്ഞ കണക്കിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. 3% സമ്പത്താണ് യഥാർത്ഥത്തിൽ ഈ 50% ജനങ്ങളുടെ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം ഇവരെ കയ്യിലാണുള്ളത്. ഇനി AI കൂടി വരികയാണ്. AI കൂടി വന്നാൽ ഈ സമ്പത്തിൻ്റെ ഒരു അവസ്ഥ ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഉയരും, ഇവരുടെ കയ്യിലേക്ക് പോകും. AI ഇപ്പോൾ ഈ 2025 എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബീറ്റ കാലമായിട്ടാണ് കണക്കാക്കുന്നത്. ആ കണക്കാക്കുന്ന സ്ഥിതി വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ AI ഉൾപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിൻ്റെ ഭാഗമായിട്ട് സിംഹമായ ഒരു വാരിക്കൂട്ടലുണ്ട്. അത് മറ്റേ നമുക്കാർക്കും സാധിക്കുന്നതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാർക്കേ സാധിക്കൂ. അദാനിക്കും അംബാനിക്കും ഒക്കെ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ സമ്പത്ത് ഇനിയും കൂടും. ഇങ്ങനെ കൂടുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് കാണുന്നത് മാർക്സ് തന്നെ പറഞ്ഞതുപോലെ ഇങ്ങനെ കൂടിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് വിപ്ലവം, സാമൂഹ്യ പരിവർത്തനം. ആ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാൻ ലോകത്ത്, ഇവിടെയല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരിക്കും AI എന്നാണ് എൻ്റെ വിശ്വാസം. സാമൂഹ്യ പരിവർത്തനം അനിവാര്യമായി നടക്കുക തന്നെ ചെയ്യും. ഈ രണ്ട് പാർട്ടികളും, രണ്ടും റൂളിംഗ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം, പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടും ഒരു വർഗ്ഗമാണ്. അല്ല പക്ഷേ ഇപ്പോൾ ഇവരെ ഒരുമിച്ചിരുത്തേണ്ട വരുമോ? രണ്ടാളും ഒന്നിച്ചാള്. എനിക്കതിനകത്ത് യാതൊരു തർക്കമില്ല. വർഗ്ഗപരമായിട്ട് ഇവർ രണ്ടുപേരും ഒരേ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. ഞാൻ ഒന്നും കൂടി വിശദീകരിച്ചോട്ടെ. അത് കുത്തക മുതലാളിത്തത്തിന് വേണ്ടി, ഭൂപ്രഭുത്വത്തിന് വേണ്ടി, സാമ്രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് പാർട്ടികളാണ് ഭരണവർഗ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും. എനിക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ വേണ്ടിയും ഭരണഘടന നിലനിർത്താൻ വേണ്ടിയും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ ഭരണഘടന പിച്ച് ചീന്തി ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി അത് മനുസ്മൃതിയെയും അതുപോലെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയെയും അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന നിലപാടിനെ ഇന്ന് കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. കോൺഗ്രസ് എതിർക്കുന്ന ആ നിലപാട് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വ്യക്തമായി. ബഹുമാനപ്പെട്ട സ്പീക്കർ നമുക്കിനി 5 മിനിറ്റും കൂടിയാണ് തന്നിരിക്കുന്നത്. ശ്രീ PK കൃഷ്ണദാസ്, അതായത് ഒരു പക്ഷേ വളരെ പ്രസക്തമായ ഒരു കാര്യം ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചു. അത് ഈ പറഞ്ഞ ജാർഖണ്ഡ്, ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ ഇലക്ഷൻ ഒരുമിച്ച് നടത്തേണ്ട മുമ്പ് നടത്തിയിരുന്ന ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവർ ആ തെരഞ്ഞെടുപ്പിനെ പോലും ഒരുമിച്ച് നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ട്? രണ്ടാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്
വല്ലാതെ കൂടിക്കൂടി വരുന്നു. അതിൻ്റെ ശതമാനക്കണക്കുകൾ രണ്ടുപേരും പറഞ്ഞു. ഗോവിന്ദ മാഷ് ഒരു പടി കൂടി കടന്നിട്ട്, അതായത് അംബാനിയെ രാജ്യത്തിന് സംഭാവന ചെയ്ത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ നിങ്ങൾ അദാനിയെ സംഭാവന ചെയ്തു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതെ, ഇതാണ് ഈ രീതിയിലാണ് ഒരുപക്ഷെ നമ്മുടെ ഈ പറഞ്ഞ കാലിക രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക പ്രതലത്തെ കൂടി പരാമർശിക്കുന്ന രണ്ട് വാദഗതികളാണ് വന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? അല്ലോ, ഒന്ന്, ഇവിടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ള ഭാരതത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ചും അത് നിഷേധിച്ചുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തലയും തുടർന്ന് ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചത്. പക്ഷേ അതിന് മുമ്പ് ശ്രീ ജോൺ ബ്രിട്ടാസ്, എനിക്ക് ബഹുമാന്യനായ ഗോവിന്ദൻ മാഷോട് ഒരു അഭ്യർത്ഥന, ഈ മുഴുവൻ പ്രസംഗവും വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്നെ ഈ IND സഖ്യത്തിൽ നിന്ന് CPM പിന്മാറണം എന്ന് കേരള ഘടകം ആവശ്യപ്പെടുമോ എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഒരു താഴ്മയോട് കൂടിയിട്ടുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ, വേണമെന്നില്ല. പിന്നീട് അതിലെ തീരുമാനങ്ങൾ പിന്നീട് എടുത്താൽ മതി. എൻ്റെ അഭിപ്രായമാണ്. കാരണം ഇങ്ങനെയൊരു കോൺഗ്രസ് ഒരു വാചകത്തിൽ പറയാൻ ഇപ്പം തന്നെ പറയാം. അതായത് കോൺഗ്രസിൻ്റെ ഈ വർഗ സ്വഭാവത്തെ മനസ്സിലാക്കാതെ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇവർക്ക് 35% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 35%. 37. ബാക്കി ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 60. ഞാൻ പറഞ്ഞു ഒന്ന് തീർന്നോട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. 65% കൂട്ടിക്കോ. 65% വോട്ട് BJP വിരുദ്ധ വോട്ടാണ്. ഞങ്ങളെടുത്ത നിലപാട്, പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാട്, ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതെ ആരാണോ ഏത് മണ്ഡലമാണോ അവിടെ മത്സരിച്ച് BJPക്ക് കിട്ടിയ ഈ 35% വോട്ടിൻ്റെ പകരം 65% വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചാൽ BJP പൂർണ്ണമായ അർത്ഥത്തിൽ തോൽക്കും എന്നാണ് ഞങ്ങൾ കണ്ടത്. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസുമായിട്ട് ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ഐക്യപ്രസ്ഥാനം കേരളത്തിലെ പാർട്ടികൾ ഇതുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് മാറ്റേണ്ടതാണ്. ഞങ്ങൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഉണ്ടാക്കിയ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നേട്ടത്തിൽ ചില പരിമിതിയുണ്ട്. ഉറപ്പായിട്ട് പറയാം, പരിമിതിയുണ്ട്. കേരള ഘടകം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. എന്ന കാരണം വെച്ചാൽ ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അതല്ല, എനിക്കൊരു സംശയം. പറഞ്ഞു. ഈ അടുത്ത കാലത്തായി പ്രകാശ് കാരാട്ട് വന്ന ശേഷം, സീതാറാം യെച്ചൂരിക്ക് ശേഷം വീണ്ടും നിങ്ങൾ കേരള ഘടകം കാരാട്ടുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയെ പൊളിക്കാനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കണ്ടു. നിങ്ങൾക്കൊരിക്കലും അത് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി ദഹിക്കുന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇന്ത്യ മുന്നണിയോട് തൽക്കാലം നിൽക്കുകയാണ്. പ്രകാശ് കാരാട്ടുമായി ചേർന്ന് സീതാറാം യെച്ചൂരി കൊണ്ടുവന്ന ആ സമീപനത്തെ നിങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ നിലപാടനുസരിച്ച് പോകുന്ന ഒരു പാർട്ടി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എല്ലാ പാർട്ടി നേതാക്കളും ചേർന്ന് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് അവിടെ BJPയെ പരാജയപ്പെടുത്താൻ ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിച്ച് ഒരു തരത്തിലും വോട്ട് ഛിന്ന ഭിന്നമാവാതെ ഓരോ സ്ഥാനാർത്ഥികൾക്കും BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ആ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്ഥിതി വന്നാൽ ഇന്ത്യയിൽ BJP വിരുദ്ധ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് അന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ മറ്റൊന്നും കൂടി, അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും നേതാവിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കുന്നത്. കോൺഗ്രസ് ഒന്നുകൂടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗതികേട് കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഗതികേടല്ല, ഇന്നത്തെ സാഹചര്യം. ഓക്കെ, PK കൃഷ്ണദാസ്, അതായത് ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിച്ച വിഭാവനം ചെയ്ത ഒരു സമാപ്തി ഇതായിരിക്കും. എന്നാ കാരണം ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അത് മാത്രമല്ല, പക്ഷെ രണ്ടുപേരും വ്യക്തമായിട്ട് മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഇനിയിപ്പം IND സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ CPM കഴിയില്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ 2 സീറ്റ് CPM കിട്ടിയത് കോൺഗ്രസിൻ്റെ DMK സഹനത്തോടു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും രമേശ് ചെന്നിത്തലയും ശ്രീമാൻ ഗോവിന്ദൻ മാഷും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ. അതിനെക്കുറിച്ച് ഇപ്പം മാഷ് ഉത്തരം പറയേണ്ട, കാരണം എൻ്റെ സമയം പോകും. നമ്മുടെ ഈ വിഷയം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയമാണ്. അപ്പോൾ അതിലെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ സമാപന ദിവസം വേണമെങ്കിൽ സമകാലീന കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചർച്ച നമുക്ക് സംഘടിപ്പിച്ചിട്ട് ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം കൂടി. അപ്പോൾ അത്
രണ്ടുപേരും ഒന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഗരീബി ഹഠാവോ എന്നൊക്കെ മുദ്രാവാക്യം നമ്മളെല്ലാവരും കേട്ടതാണ്, നമ്മുടെ പൂർവികന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ദരിദ്രനും ദാരിദ്ര്യക്ക് മുകളിലായിട്ടില്ല. എന്നാൽ RBIയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 2013-14 അതുവരെ UPA ഭരിക്കുന്ന ആ സമയത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം 30% മൊത്തം ജനസംഖ്യയുടെ. എന്നാൽ ഏറ്റവും ഒടുവിൽ RBIയുടെ കണക്ക് വന്നിട്ടുണ്ട് 2022-23 11% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം 15% കുറഞ്ഞു. അതിൻ്റെ അർത്ഥം 25 ലക്ഷം പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്നും മുകളിലാക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഒന്ന്. പിന്നെ 10-55 കൊല്ലക്കാലം ഒരു കുടുംബവും ഒരു പാർട്ടിയും ദുർഭരണം നടത്തിയിട്ട് അതിൽ നിന്നും രാജ്യം മോചിതമാകണമെങ്കിൽ ഞങ്ങൾക്കൊരു സമയം തരണം ശ്രീ ജോൺ ബ്രിട്ടാസ്, രമേശ് ചെന്നിത്തല. മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ അദാനിയെ അംബാനിയെ ഒക്കെ വളർത്തുന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, അദാനിക്ക് ഇവർ ടെൻഡറിലൂടെ തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്ത BJP ബൂർഷ്വാസിയുടെ പാർട്ടി, എന്നാൽ ഇതേ അദാനിക്ക് സീ പോർട്ട് കൊടുത്തത് ഈ രണ്ടുപേരും ചേർന്നിട്ട്. അപ്പോൾ ആദ്യത്തെ അദാനിയുടെ അമ്മയുടെ അനുജത്തിൻ്റെ മകനൊന്നുമല്ല ഈ എയർപോർട്ട് കൊടുത്തത്, അതേ അദാനിക്ക് സീ പോർട്ട് കൊടുത്തു രണ്ടുപേരും. അതുകൊണ്ട് ഈ ബൂർഷ്വാസി ഉമ്മൻചാണ്ടിയും അത് വേണമെങ്കിൽ CPM-ന്റെ LDF ഗവൺമെൻറ് റദ്ദ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അതിലൊന്നും കുഴപ്പമില്ല. അതെല്ലാം അടിസ്ഥാനരഹിതം. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം, കോൺഗ്രസ് ഒന്ന് ഈ പരാജയത്തെ പരാജയമായിട്ടും വിജയത്തെ വിജയമായും കണക്കാക്കാൻ തയ്യാറാണ്. ജനാധിപത്യത്തിൻ്റെ മര്യാദ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. തോറ്റു കഴിഞ്ഞാൽ EVM. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എവിടെയൊക്കെ? ജമ്മു കാശ്മീരിൽ, ഹരിയാനയിൽ, ഇതൊക്കെ ഇപ്പോൾ സമീപകാലത്ത് നടന്നതാണ്. ജമ്മു കാശ്മീരിൽ ആരാ ജയിച്ചത്? ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി. ആരാ പിന്നെ ജാർഖണ്ഡിൽ ജയിച്ചത്? JMM-ഉം കോൺഗ്രസ് തമ്മിൽ സഖ്യം. അവിടെയൊന്നും EVM-ന് യാതൊരു തകരാറുമില്ല. BJP ജയിക്കുന്നിടത്താണ്. ഞാൻ ചോദിക്കട്ടെ, 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ പോലും പറ്റാതെ അതിനെ രണ്ടാക്കി നിങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് ഈ ഉത്തരം മുട്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പൂർത്തീകരിച്ചോട്ടെ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ EVM, ഈ BJP ജയിക്കുന്ന EVM-ലൂടെയാണ് ജയിക്കുന്നതെങ്കിൽ ഈ EVM ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ കൊണ്ടുവച്ചൂടെ? ഇതേ EVM ജാർഖണ്ഡിൽ വെച്ചുകൂടെ? ഇതേ EVM കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലും വെച്ചുകൂടെ? ഞങ്ങൾക്ക് ജയിച്ചൂടെ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ഈ പോളിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സിന് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് പ്രശ്നം. മുഖം നന്നാകാത്തതിന് കണ്ണാടി പൊളിച്ചിട്ട് കാര്യമില്ല. ഈ കേരളത്തിൽ കണ്ടില്ലേ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സീറ്റ് ജയിച്ചു തൃശ്ശൂരിൽ. അതാർക്കാ ക്രെഡിറ്റ്? തൃശ്ശൂർ പൂരത്ത്. നിങ്ങൾ ഒരു ജനാധിപത്യത്തിൽ കോൺഗ്രസിന്റെ ഇപ്പം ഞങ്ങൾ LDF ജയിച്ചു രണ്ടാമത്, ഞങ്ങൾ അംഗീകരിക്കും. ജനാധിപത്യ മര്യാദയാണത്. നമ്മുടെ സമയം കുറവുണ്ട്. ശശി തരൂർ വരുവാണ്. പക്ഷേ ഈ സുരേഷ് ഗോപി BJP ആണെന്ന് BJPക്ക് അറിയില്ല, സുരേഷ് ഗോപിക്ക് അറിയില്ല. സുരേഷ് ഗോപി ആരാണെന്നുള്ള കാര്യത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ ഞാൻ സമർപ്പിക്കുക. അതുകൊണ്ട് ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഒരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ജനപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് എല്ലാ സംസ്ഥാനത്തിലും അനുരണനം ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള ഈ രാഷ്ട്രീയ മാറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളും പിന്തുടരുന്നത്. അതുകൊണ്ടാണ് 21 സംസ്ഥാനത്ത് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 2026 കേരളത്തിലും ഈ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം കേരളത്തിലും പ്രതിഫലിക്കും. 2024 തൃശ്ശൂരിലുണ്ടായ വിജയം, ഈ ആറ്റിങ്ങലും തിരുവനന്തപുരത്ത് ഞങ്ങൾ ചെറിയ വോട്ട് നഷ്ടപ്പെട്ടത്, 20% വോട്ടിൻ്റെ കേരളത്തിലെ വർധനവ്, ഇതെല്ലാം കേരളത്തിലും മാറ്റം ഉണ്ടാകും. എന്തായാലും ഈ നിയമസഭയിൽ ശേഷം ബഹുമാനപ്പെട്ട സ്പീക്കർ എനിക്ക് അനുവദിച്ച് നൽകിയ സമയം ഒരു വരി കൂടി എനിക്ക് സ്പീക്കറോട് നന്ദി പ്രകാശിപ്പിക്കാൻ അത് പറ്റൂലേ? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പീക്കർ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചത് അനൗപചാരികമായിട്ടാണ്. ഈ വേദിയിൽ ഞങ്ങൾ ഔപചാരികമായിട്ട് 26 കൂടുതൽ ആളുകൾ ഇവിടെ വരും. അതായത് PK കൃഷ്ണദാസൻ ഈ ഒരു ചേംബറിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടാത്തത് കൊണ്ട് BJPക്ക് നൽകിയിട്ടില്ല. BJP നൽകിയിട്ടുണ്ട്, ജനങ്ങൾ നൽകിയില്ല. തീർച്ചയായിട്ടും ഇത് വളരെ ആരോഗ്യകരമായ ഒരു സംവാദമായിരുന്നു. ഒരു പോയിന്റ് എനിക്ക് പറയാം. ഒരു പോയിന്റ്, അതായത് ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഈ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തോട് വളരെയധികം മമത
കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വാചകം ലാസ്റ്റ്. ഏതായാലും കൃഷ്ണദാസ് ഇവിടെ ഉന്നയിച്ചത് വസ്തുതാപരമല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കേവലം BJP സ്ഥാനാർത്ഥിയായിട്ടല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ജയിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ എത്തില്ല. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാം. അല്ല, അവിടെ ജയിച്ചതിൻ്റെ യഥാർത്ഥത്തിൽ 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയും ക്രിസ്തീയ വിഭാഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസിൻ്റെ ചെലവിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാവർക്കും ഞങ്ങളുടെ മുന്നണി കിട്ടുന്ന വോട്ടിന്റെ 16,288 വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വോട്ടാണ് പൂർണ്ണമായിട്ട് 86,000 വോട്ട് പോയത്. ആ 86,000 വോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് 74,000 വോട്ടിന് ഇവർക്ക് ജയിക്കാൻ സാധിക്കപ്പെട്ടത്. നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. BJPയിലേക്ക് പോയത് CPM-ന്റെ വോട്ട്. അതായത് വളരെ ആരോഗ്യകരമായ അർത്ഥവത്തായിട്ടുള്ള ഒരു സംവാദമാണ് ഇവിടെ നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 രാഷ്ട്രീയ ധാരകളുടെ പദവി അലങ്കരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്നത്. സ്വാഭാവികമായിട്ടും ഇത് ടെലിവിഷനിലൂടെ ആൾക്കാർക്ക് കാണാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ചർച്ചയുടെ സമാപനം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് അനസ്യൂതം പല രൂപത്തിലും ഭാവത്തിലും തുടരുന്നതാണ്. ഈ ഒരു സംവാദത്തിന് സാഹചര്യം ഒരുക്കിയ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നന്ദി പറയുന്നു. ഈ സംവാദത്തിൽ പങ്കെടുത്ത 3 സാരഥികൾക്ക് അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച അവസാനിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പുസ്തകോത്സവം പുതിയൊരനുഭവം, അക്ഷരോത്സവം അറിവിനതിമയം. പുസ്തകോത്സവം പുതിയൊരനുഭവം, അക്ഷരോത്സവം.